ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ അടുത്ത ഫ്യൂ മിനിറ്റ്സ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് ആബി, ഞാൻ കാനഡയിലാണ് താമസം. എൻ്റെ മലയാളം വല്ലാത്ത ബോറാ, പിന്നെ എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട്, അതുകൊണ്ട് വോയിസ് അത്ര ശരിയല്ല. അതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. മനുഷ്യന്മാരെ കാണുന്നതിന് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. കണ്ടാൽ പറയില്ല, പക്ഷേ ബേസിക്കലി ഐ എം ഇൻട്രോവേർട്ട്. എനിക്ക് ഇപ്പോൾ ഓഫീസിൽ പോകാനോ ആൾക്കാരോട് വർത്തമാനം പറയാനോ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈ യൂട്യൂബ് ചാനൽ തന്നെ കുറേ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തതിന് ശേഷം തുടങ്ങിയതാണ്. ആരെങ്കിലും എന്നെ വോയിസ് കേട്ട് ക്രിഞ്ചാണെന്ന് പറയുമോ, നിൻ്റെ ലൈഫ് എനിക്ക് നിന്നെ കാണേണ്ടേ എന്നൊക്കെ വിചാരിക്കുമോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോഴും ഇല്ലാതില്ല, പക്ഷേ എന്നെ പോലത്തെ ലൈക്ക് മൈൻഡഡ് പീപ്പിളിനെ ഞാനിവിടെ ഫൈൻഡ് ചെയ്യും എന്നുള്ളൊരു ഒരൊറ്റ വിചാരത്തിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഒരു ഇൻ്റർനെറ്റ് ബെസ്റ്റി ആയിട്ട് കൂട്ടിക്കോളൂ. അങ്ങനെ മനുഷ്യന്മാരെ കാണാൻ ഞങ്ങൾ കുറച്ച് വീക്കെൻഡ് ട്രിപ്പായിട്ട് പുറത്തിറങ്ങി. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് സത്യത്തിൽ പ്ലാൻ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഇത് ഞങ്ങളെ ഫാമിലിയിൽ ഒരു ഡൈനാമിക്സ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് എവിടെയും കൊണ്ടുപോകാൻ റെഡിയാണ്, പക്ഷേ പ്ലാൻ ചെയ്യാൻ അവന് പറ്റില്ല. അതുകൊണ്ട് ഞാനാണ് ബേസിക്കലി ഈ ഐറ്റിനറി പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾ. ഞങ്ങളെ ഫാമിലിയിൽ പ്ലാൻ ചെയ്യാണ്ട് പോകുന്ന ട്രിപ്പാണ് ഞാനും അധികം എൻജോയ് ചെയ്യാറ്. ബിക്കോസ് ഞാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ടേബിൾ ബുക്ക് ചെയ്യണോ, അടുത്ത റെസ്റ്റോറൻറ്റിൽ പോകാൻ, എവിടെയെങ്കിലും സ്ഥലത്ത് കാണാൻ പോവുകയാണെങ്കിൽ ടിക്കറ്റ്സ് വല്ലതും എടുക്കാനുണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആ സ്ഥലം എത്തുമ്പോൾ തന്നെ അതിൻ്റെ മൂടങ്ങ് പോകും. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ. ഞങ്ങൾ മാക്സിമം എക്സ്പോഷർ ടു സണ്ണാണ് 90% ഓഫ് ദ ടൈം. ഞങ്ങൾ മാക്സിമം ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുറച്ചത് കുറഞ്ഞു. സമ്മറിൽ മാത്രമേ അധികം പോകാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ സ്നോ സ്റ്റോം ഒക്കെ ഉണ്ടെങ്കിൽ വിന്ററിൽ കാർ എടുത്ത് പോകുമ്പോൾ അധികം വിസിബിലിറ്റി ഉണ്ടാവില്ല. സോ ഔട്ട്സൈഡ് ട്രിപ്സ് ഒക്കെ കുറവാണ്. നമ്മൾ വെറുതെ ഗ്രാൻഡഡ് ആയിട്ട് എടുത്ത കാര്യങ്ങളൊക്കെയാണ് നാട് വിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അധികം മിസ് ചെയ്യാറ്. പ്ലാനൊക്കെ ചെയ്ത് ഐറ്റിനറി ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ഥലത്തിലോട്ട് പോകാനുള്ള ആൻറ്റിസിപ്പേഷനിൽ തന്നെ പോയി കണ്ടുവരുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട് ചിലപ്പോൾ. പക്ഷേ ഒരു പ്ലാനും ഇല്ലാണ്ട് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ആ അന്നത്തെ ദിവസം തന്നെ എന്തോ മാജിക്കലായിട്ട് ഫീൽ ആവും. ബിക്കോസ് നിങ്ങളൊരു പ്ലാനും ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ മെൻ്റലി ഡിസൈഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നില്ല ഈ സ്ഥലം നന്നായിട്ടുണ്ടോ, ഇവിടെ കഴിക്കാൻ ഫുഡ് നന്നായിട്ടുണ്ടോ. ഒരു എക്സ്പ്ലോറേഷൻ പോലെ തന്നെ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്ത് പോകുമ്പോൾ അന്നത്തെ ദിവസം നോക്കിയാൽ ഒരു പ്രത്യേകതരം മെമ്മറി ആയിട്ട് അത് മാറും. ന്യൂ മദർ ആയിരുന്ന സമയത്ത് കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോയാൽ എന്ത് കൊടുക്കും, ഇത് പറ്റുമോ, ഒക്കെ കഴിച്ചാൽ ശരിയാവോ എന്നൊക്കെ ആലോചിച്ച് കുറേ സ്ഥലം പോകാണ്ട് തന്നെ ഇരുന്നിട്ടുണ്ട് ഞാൻ. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഫേവറേറ്റ് ജോബാണ് ബിഫോർ ഹാവിങ് കിഡ്. ഈ എക്സ്പ്ലോർ ചെയ്യാനും ആരും പോകാത്ത സ്ഥലത്തൊക്കെ പോകാനും ഉള്ളൊരു ഇൻട്രസ്റ്റൊക്കെ ഉള്ളത്. കുഞ്ഞ് ജനിച്ചതോടെ ഒരു 2 വർഷം നമ്മൾ അധികം പോകാണ്ടിരുന്നത് ശേഷം ഇപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊരു ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങി, വീണ്ടും പഴയതുപോലെ. ബിക്കോസ് എൻ്റെ കുഞ്ഞും ഒരു ഉരുതണ്ടിയാണ്, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛനമ്മമാർ അങ്ങനെയല്ലേ, എല്ലാ കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരെ കണ്ടാണ് പഠിക്കുന്നതെന്നല്ലേ പറയാറ്. സോ നമ്മളിതിലാണ് അധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, അതായിരിക്കും കൊച്ചിനും അധികം ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സ്പെഷ്യലി ബുക്ക് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികൾക്കും ബുക്കിനോട് പ്രത്യേകതരം ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്ക് പുറത്തു പോകാനും ഈ കാലാവസ്ഥയൊക്കെ അന്തരീക്ഷമൊക്കെ കണ്ടങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. സോ അവർക്കും ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഔട്ട്സൈഡ് പോയിട്ട് ഈ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതൊരു ഹാർബറാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. സമ്മറിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള സ്ഥലമാണ്, പക്ഷെ ഇപ്പോൾ ഷിപ്പൊന്നും ഇവിടെ നിൽപ്പില്ല. ഫ്രോസൺ ആണ് ലേക്കൊക്കെ, അതുകൊണ്ട് ഒരു മൂവ്മെൻറ്റും ഇല്ലാണ്ടൊരു ഗ്ലൂമി സിറ്റുവേഷനാണ്. സോ ഇതാണ് ഈ ഷിപ്പൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഈ വരിയായി നിൽക്കുന്ന ഗ്യാപ്സൊക്കെ കണ്ടില്ല, ഇതാണ് പാർക്കിംഗ് സ്പോട്ട്. എന്നവന്മാരൊന്നും ഇവിടെ നിർത്താൻ പറ്റാണ്ട് ഐസി ആയിട്ടുള്ളതുകൊണ്ട് ലേക്ക് അതങ്ങനെ അബാൻഡൻ ആയിട്ട് കിടക്കുന്നു. ഫുഡ് ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങളടുത്ത് മെല്ലെ വന്നതാട്ടോ. ഒരാൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് തെറിയും വിളിച്ചു പോയി. സമ്മറിൽ ഞങ്ങൾ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ വിൻ്ററിൽ ഇത് ആദ്യമായിട്ടാണ്. ഒരു ടൈറ്റാനിക് ലുക്ക് അല്ലേ. ഞങ്ങളെക്കാളും ഞങ്ങളെ മോക്കായിരുന്നു ഇത് കാണാനും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും കുറേ എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ച് മടങ്ങാമെന്ന് വിചാരിച്ചു. വെതർ നല്ല ഫോഗി ആയതുകൊണ്ട് വിസിബിലിറ്റി ലോ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിൽ പോയാൽ അപകടം ഇല്ലാണ്ട് എത്താം എന്നും പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങളെ ഇംപ്രോംപ്റ്റു ഔട്ടിങ് ഇവിടെ അവസാനിക്കുന്നു. നല്ല ഈ ഗ്ലൂമി വെതറൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് മടങ്ങിയാണ്. പോകുന്ന വഴിയിൽ ഒരു കടയിൽ കയറി ഒരു 2 ചെടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ചെടികളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അതുകൊണ്ട് എപ്പോഴെപ്പോഴും അടുത്ത് കാണുമ്പോൾ 1-2 വാങ്ങും, ഒരു കുഞ്ഞെങ്കിലും വാങ്ങും. ഞാൻ ചെടി കണ്ട പെണ്ണിന് ഭ്രാന്താന്ന് പറഞ്ഞ് എന്നെ അവിടെ കളിയാക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷൻ്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞാൻ 2 വാങ്ങി. ഇവിടെ പ്ലാന്റ്സ് കൂടാതെ ഒരു കുറച്ച് വാട്ടർ ആനിമൽസിനെയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. അവിടെ ആമേനൊക്കെ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അടുത്ത് പോയി പിടിക്കാനൊക്കെ നോക്കി. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. ആൻഡ്
ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാവരും നന്ദി. ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ഐക്കോൺ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു, പിന്നെ കാണാം.